ഹായ്, നമസ്കാരം. ഏവർക്കും SHR ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ കേരളത്തിന് മാത്രം മോണോപ്പൊളി ഉണ്ട്. ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുമ്പോൾ കേരളത്തിന് മാത്രം. അതെന്താ സംഭവം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ മുന്നേ ഓരോ 5 വർഷം കൂടുമ്പോൾ ഭരണത്തെ മാറ്റിയിരുന്നു. ഓക്കെ, അന്ന് ആരാണോ പ്രതിപക്ഷം അവരെ ഭരണപക്ഷത്തെ പ്രതിപക്ഷത്തേക്കും മാറ്റി കളിക്കുന്നതുകൊണ്ടാണ് ഏതിലും കേരളം ഒരുപടി മുന്നിട്ട് ഇരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എത്രയും വേഗം നിങ്ങളുടെ ID കാർഡ് ചെയ്യാനുള്ള ആൾക്കാർ, കാരണം വെച്ചാൽ ഇലക്ഷന് നമ്മൾ ആയുധം എന്ന് പറഞ്ഞാൽ നമ്മുടെ വോട്ടർ ID ആണ്, വോട്ടർ ലിസ്റ്റിൽ പേര് വരുത്താണ് നമ്മുടെ ആയുധം എന്ന് പറയുന്നത്. ആ ഒരു പ്രധാനപ്പെട്ട വജ്രായുധം നിങ്ങൾക്ക് പ്രയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് നേടിയെടുക്കണം. ഏപ്രിൽ 1 മുമ്പ് 18 വയസ്സ് പൂർത്തിയാകുന്ന ആൾക്കാർ, എല്ലാ ആൾക്കാരും എന്ത് ചെയ്യണം? ആപ്ലിക്കേഷൻ കൊടുക്കണം, നിർബന്ധമായിട്ടും കൊടുക്കണം. വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ടാവണം. ഞാൻ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിനെ കുറിച്ചുള്ള മുൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കയറി നോക്കി കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാൻ എന്തായാലും പ്രധാനപ്പെട്ട ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എപ്പോഴാണ് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നത്? അന്ന് ആപ്ലിക്കേഷൻ ക്ലോസ് ആവും. ഓക്കെ, എപ്പോഴാണോ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നത് അന്ന് ആപ്ലിക്കേഷൻ ക്ലോസ് ആവും. അതുവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ള അപേക്ഷകൾ കൊടുക്കാൻ പറ്റും. ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ഇവിടെ കണ്ടോളൂ. ഇവിടെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, അന്നേരം മനസ്സിലാവും എന്തൊക്കെയാണ് വേണമെന്നുള്ളത്. ഫോട്ടോ, ID കാർഡ്, നിലവിൽ വോട്ടിൽ ഒരാളുടെ ID കാർഡ്, SIR ഡീറ്റെയിൽസ്, പ്രവാസികളുടെ ഡീറ്റെയിൽസ്, എല്ലാ ഡീറ്റെയിൽസും അവിടെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. അതുപോലെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലേക്ക് ചെല്ലുക, അപേക്ഷ കൊടുക്കുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇലക്ഷൻ പബ്ലിഷ് ചെയ്ത് ഇലക്ഷൻ ഡീറ്റെയിൽസ് വരുന്ന ആ ടൈം മുതൽ എന്ത് ചെയ്യും? വെരിഫിക്കേഷൻ ചെയ്യും. അതോടൊപ്പം തന്നെ BLO നിങ്ങളെ കോൺടാക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വിട്ടു പോകരുത്, നിങ്ങൾ ഉറപ്പായിട്ട് കൊടുത്തിട്ടുണ്ടാവണം. ഇനി അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എനിക്ക് പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ഇപ്പോൾ ഭരിക്കുന്ന ആൾക്കാർ നമുക്ക് മാറ്റണം, എന്നാൽ മാത്രമേ നമ്മൾ ആ പഴയൊരു പ്രതാപത്തിലേക്ക് നീങ്ങാൻ പറ്റുള്ളൂ. കാരണം എന്താണ്? ഒരാളുടെ ഒരു മോണോപ്പൊളി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നഷ്ടത്തിലേക്കാണ് കൂപ്പുകുത്തുക. ഈ 10 വർഷം കൊണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കിയൊരു കാര്യമാണ്. എന്തായാലും ഈ ഭരണത്തെ മാറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഓക്കെ, അടുത്ത ഭരണം വരണം. അത് കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകത, ഓരോ 5 വർഷം കൂടുമ്പോൾ ഭരണം മാറുക എന്നുള്ളത്.